ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കൊരു അടിപൊളി കോവയ്ക്ക കത്തിരിക്കാൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ. അത് വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് കോവയ്ക്കയും ഒരു സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കത്തിരിക്കയുടെ വെള്ളത്തിൽ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കോവയ്ക്ക നമുക്കൊന്ന് ആദ്യം കുക്ക് ചെയ്യാം. ഒരു പാൻ ചൂടാൻ വയ്ക്കുക. അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുകൊന്നും പൊട്ടിക്കുന്നില്ല കേട്ടോ. ഡയറക്റ്റ്ലി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കോവയ്ക്കയും സവാളയും കൂടി ഇട്ട് കൊടുക്കുക, വഴറ്റുക. ഇതൊരു 5 മിനിറ്റ്സ് കുക്കാവണം. ഇൻ ബിറ്റ്വീൻ ഒരു 2 മിനിറ്റ്സ് ഗ്യാപ്പിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കോവയ്ക്ക ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കത്തിരിക്കയും കൂടി ഇട്ട് കൊടുക്കുക. എഗെയിൻ ഒരു 10 മിനിറ്റ്സോളം കുക്ക് ചെയ്യണം. 2 മിനിറ്റ്സ് ഗ്യാപ്പിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. ആവശ്യത്തിന് ഉപ്പും ഒരു പച്ചമുളക് കീറിയതും പിന്നെ കുറച്ച് കറിവേപ്പിലയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതേ നമ്മുടെ കോവയ്ക്ക കത്തിരിക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. വെജിറ്റേറിയൻസിന് എസ്പെഷ്യലി ഇഷ്ടമാവും. ഇതും ഒരു പുളിശ്ശേരി ഉണ്ടെങ്കിൽ വേറെ ചോറിൻ്റെ കൂടെ ഒരു കറിയുടെ ആവശ്യമില്ല. ഇത് സൂപ്പർ ടേസ്റ്റി ആട്ടോ. സോ എല്ലാവരും ഡു ട്രൈ ഇറ്റ് ആൻഡ് ഡു ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക്. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലെറ്റ് മീ നോ. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിലും ഡു ലെറ്റ് മീ